ഹായ് ഫ്രണ്ട്സ്, ദുവ സ്റ്റോറീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കണ്ടാവോ ഇന്നെന്താ അപ്പോൾ മത്തനൊക്കെ ആയിട്ടാണല്ലോ വന്നിക്കണേന്ന്? അതെ, ഇന്ന് മത്തനായിട്ടൊരു പരിപാടിയുണ്ട്. ഇന്ന് ചെറുതായിട്ടൊരു ഫാമിലി മീറ്റപ്പ് ഉണ്ട്. അതിന് വരുമ്പോൾ ഓരോരുത്തർ ഓരോ എന്തുണ്ടാക്കുന്നു ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ദേ എടുക്കണം മത്തന്. നമുക്ക് ചക്കര മത്തനാട്ടോ ഉദ്ദേശിച്ചത്. ഈ ചക്കര മത്തനാണോ ചക്കര പയറാണോ എന്നറിയില്ല. 3 സാധനം ഇതിൽ മിക്സഡാണ്, അപ്പോൾ എന്തും പറയാം. നമ്മളിതിലേക്ക് രാഗിപ്പൊടിയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. അരിപ്പൊടിയും ചേർക്കും, പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റ് രാഗിപ്പൊടിയുടേതാട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഇപ്പോൾ റൈസൊക്കെ കൊടുക്കാനിട്ട് എല്ലാവരും അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങാനായിട്ട് ഓടി വരുന്നുണ്ട്. പലതരത്തിലുള്ള പലഹാരങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചക്കരപ്പയറാട്ടോ കാണുന്നത്. എല്ലാവരും ടേസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉസ്താദ് വന്നിരുന്നു. അപ്പോൾ ഉസ്താദ് പറയുണ്ടായി ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എൻ്റെ ചക്കരപ്പയറാണത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അത് കേട്ടപ്പോൾ. പലഹാരങ്ങളൊക്കെ കാണിച്ചപ്പോൾ എൻ്റെ ദൂക്കുട്ടിയെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ നിന്നതാ കഴിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു കൊട്ടാരം ചോദിച്ചു, ഈ കൊട്ടാരം ആയിരിക്കില്ല. പറഞ്ഞു ആ മേലിലെ കൊട്ടാരം ആയിരിക്കില്ലതാ. എല്ലാം പറയാ റസൂലെ, ഞങ്ങൾ പറയാൻ തുടങ്ങാം. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, അതാണ് നരകം. അപ്പോൾ റസൂൽ ഇങ്ങനെ തുടങ്ങി. തലേ ദിവസം രാത്രിയിൽ ഞാൻ സ്വർഗവും നരകവും കാണാൻ പോയി. എങ്ങനെ വെച്ചാൽ രണ്ടാൾ വന്നിട്ട് ഒരു വണ്ടിയിൽ കയറ്റിനെ കൊണ്ടുപോയി. ഇത്രമാനം സ്പീഡിലുള്ള ഒരു വണ്ടി. അതാണെങ്കിൽ എനിക്കറിയില്ല എന്നെ എങ്ങോട്ടാ കൊണ്ടുപോയി. ഞാനാകെ പേടിച്ച് നിൽക്കാം. അങ്ങനെ വലിയൊരു സ്പീഡിലുള്ള ഒരു വണ്ടിയിൽ ഒരു സ്ഥലത്തെത്തി. എനിക്ക് ഫസ്റ്റ് കാണുന്നത് വലിയൊരു തീൻ്റെ സ്ഥലം. തീ കാണുന്നതിന്റെ പേടിയാണ്. ഒരാളവിടെ കിടക്കുന്നുണ്ട്. അപ്പുറത്തെ ഒരാൾ വന്നിട്ട് ഈ കിടക്കുന്ന തലയിലേക്ക് വലിയൊരു കല്ലിടാം. അപ്പൊ ഈ കല്ല് വീണതിന്റെ ആഘാതത്തിൽ അയാളെ തല പൊട്ടി ചോര ഇങ്ങനെ തെറിച്ചു. എനിക്ക് ഇയാളെന്താ ചെയ്യണം, ആ കല്ലെടുക്കുക. അപ്പൊ അയാളെ തല പിന്നെയും ശരിയായി. എനിക്ക് പിന്നെയും കല്ലിടാം. ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക ഒരു ഗെയിം പോലെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് സങ്കടം. എന്തിനാ ഇയാളെങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു. നബിയെ നടക്ക്, ഇനിയുണ്ട് കാണാനുണ്ടോ. അങ്ങനെ പിന്നെ അവർ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത് ഒരു മനുഷ്യരോടെ കിടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരാൾ വന്നിട്ടൊരു മൂർച്ചേരി കൊടുത്തോണ്ട് അയാൾ വായന കീറി വലിച്ചിട്ടുണ്ട്, മൂക്ക് കീറി വലിച്ചിട്ടുണ്ട്, കണ്ണ് കീറി ഇപ്പത്തെ സൈഡിൽ കയറി ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. റസൂലുള്ളാഹി ആകെ ഇവര് നല്ലൊരു സംഭവം സിമ്പിൾ. നമ്മളിപ്പോ ഒരു ഉറുമ്പിനെ ഞെക്കിക്കൊള്ളുന്ന കൊതുകിനെ അടിച്ചിന് പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വേണ്ടിട്ട് റസൂലിന് ആകെ സങ്കടമാണ്. റസൂലിന്റെ ഉമ്മത്ത് കിടക്കാൻ പോകുന്നില്ല, നരകല്ലേ. അപ്പൊ റസൂൽ ചോദിച്ചു എന്തിനാ ഇയാളെ ചെയ്യുന്ന ചോദിച്ചു. നടക്ക് നബിയെ, നീ കാണണ്ടല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ അവർ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത് ശക്തമായി ഒഴുകുന്ന ഒരു പുഴ. അതിൽ കഷ്ടപ്പെട്ട് നീന്തി വരുന്ന ഒരാൾ. അയാൾ നീന്തി ഒഴുക്കങ്ങട്ട് നീന്തലിങ്ങോട്ട്. എന്നിട്ട് കരയിൽ വെക്കുമ്പോൾ കരയിലുണ്ട് ഒരാൾ ഇയാളെ കാത്തിക്കാണ്. കരയിലേക്ക് കഷ്ടപ്പെട്ട് നീന്തി വരുന്ന ഇയാളെ തൊള്ളയിക്കൽ കുറെ കല്ലിങ്ങനെ കുത്തി കയറ്റി ആക്കിയിട്ട് പിന്നെ വെള്ളത്തിൽ തന്നെ നീന്തിട്ടു. ഇയാളെ പിന്നെ നീന്താ ഇങ്ങനെ വരാൻ കഷ്ടപ്പെടാം. റസൂലൊക്കെ സങ്കടം. റസൂൽ വെച്ച് എന്തിനാ ചെയ്യുന്നത്, ഇതിയെ കാണാനായിട്ട് നടക്കുക. അങ്ങനെ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു മനുഷ്യന് അല്ല കുറേ ആൾക്കാർ വലിയൊരു തീക്കുണ്ടാരത്തിൽ പടച്ചോൻ ഇങ്ങനെ എന്താ ചെയ്യാം, പടച്ചോല്ല മലക്കള് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് നമ്മൾ പറയുന്ന പോലെ എന്താ വലിയൊരു മസാല പോലെയല്ല, വലിയ തീൻ്റെ വെള്ളം അതിലവരിങ്ങനെ വരട്ടിയെടുക്കുക.
അവരിങ്ങനെ നോലോളിച്ചുണ്ട്, ഇങ്ങനെ കരയുണ്ട്. റസൂൽ ആകെ സങ്കടം. എൻ്റെ ഉമ്മത്ത് കുറേ ആൾക്കാരുണ്ടായില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. റസൂൽ പറഞ്ഞു എന്തായാലും ഇവരെ ചെയ്യുന്ന വെച്ചു, അടുത്ത നബിയെ കാണാനുണ്ട്. അങ്ങനെ അവസാനം ഒരു നരകത്തെ എന്ത് ലാസ്റ്റ് എത്താനാകുമ്പോൾ അവിടെ കാണുന്നു ഒരു വിറകെല്ലാം കൂട്ടിയിട്ട് ഒരാൾ കത്തിച്ചിട്ട് ചുറ്റിനും നടക്കുന്നുണ്ട്. മൂപ്പരെ കാണാനാണെങ്കിൽ വിരൂപിയായിട്ടുള്ളൊരു രൂപം. ആ പേടിയാണ്, മുടിയെല്ലാം വളർത്തിയിട്ട്